ഹായ്, അസ്സാം വലൈക്കും. ഹസീന ഫിസ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ബേക്കിംഗ് സോഡ അഥവാ സോഡപ്പൊടി വാങ്ങി സൂക്ഷിക്കാറുണ്ട്. അത് നമ്മൾ വല്ലപ്പോഴുമൊക്കെ എടുത്ത് ഉപയോഗിച്ച് ബാക്കിയുള്ളത് സെൽഫിൽ അവിടെ ഇവിടെ വെച്ച് നാശമായി പിന്നെ സെൽഫൊക്കെ ഒതുക്കുമ്പോൾ അത് എടുത്ത് കളയാറാണ്. അങ്ങനെയുള്ള സോഡാപ്പൊടി ഇല്ലെങ്കിൽ പുതിയതായാലും കുഴപ്പമില്ല. അങ്ങനെയുള്ള സോഡാപ്പൊടി നല്ല ഒരു ജൈവ കീടനാശിനിയായി ഫംഗിസൈഡായി നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്ന ഒരു വീഡിയോയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ നമ്മുടെ തോട്ടത്തിൽ വളർത്തുന്ന ചെടികളുടെ ഇലകളിൽ കാണുന്ന വെള്ളീച്ച കണ്ടോ, ഇതുപോലുള്ള വെള്ള കളറിൽ ഇതിപ്പോൾ തന്നെ നശിപ്പിച്ചില്ലെങ്കിൽ തോട്ടം മുഴുവനും ഇത് പടർന്നു പിടിക്കും. പിന്നെ അതുപോലെ തന്നെയാണ് ഇതുപോലെ ഇലകളിൽ കാണുന്ന കണ്ടില്ലേ ഒരു കീടബാധ, ഇതും ഒരു അസുഖമാണ്. പിന്നെ എല്ലാവർക്കുമുള്ളൊരു പ്രശ്നമാണ് ചെടികളിൽ ഉറുമ്പ് വരുന്നു. ഇതുപോലുള്ള കീടങ്ങളെ തിന്നാൻ വേണ്ടിയിട്ടാണ് ഉറുമ്പുകൾ വരുന്നത്. ഇതിനൊക്കെ നല്ല ഒരു പ്രതിവിധിയായിട്ട് സോഡാപ്പൊടിയെ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതിനുവേണ്ടി ബേക്കിംഗ് സോഡ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ ആണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ സോഡാപ്പൊടി അഥവാ ബേക്കിംഗ് സോഡയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 5 മില്ലി വേപ്പെണ്ണ, ഇല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും എണ്ണയായാലും കുഴപ്പമില്ല, ഒരു 5 മില്ലി കണക്കിൽ നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി അത് അളവറിയാത്തവർ ഇതുപോലെയുള്ളൊരു മൂടി എടുത്തിട്ട് അതിൽ അളന്ന് ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് ഡിഷ് വാഷ് അത് ഒരു 5 മില്ലി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലൊരു കളറ് കിട്ടും കേട്ടോ നമുക്ക്. എന്നിട്ട് ഈ ബോട്ടിലിൽ നിറയെ വെള്ളം ഒഴിക്കണം. അങ്ങനെ 1 ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ മൂടി വെക്കാം. സ്പ്രെയർ ബോട്ടിലില്ലെങ്കിൽ ആ മൂടിയിൻ്റെ ഓട്ട ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഏത് രോഗമുള്ള ചെടിക്കാണോ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതിലേക്ക് നല്ലവണ്ണം സ്പ്രേ ചെയ്ത് കൊടുക്കണം. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. നല്ല വെയിലും ചൂടും ഉള്ള സമയത്ത് ഒരിക്കലും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഏത് ജൈവ കീടനാശിനിയാണെങ്കിലും നമ്മൾ വെയിൽ വരുന്നതിന് മുമ്പെയുള്ള സമയത്തും അതുപോലെ വൈകുന്നേരം വെയിൽ പോയതിന് ശേഷവുമാണ് അടിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ വെയിലുള്ള സമയത്ത് സോഡാപ്പൊടി കൂടുതൽ കലക്കി ചെടികളിൽ ഒഴിച്ചാൽ ചെടികൾ വാടിപ്പോവാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, ഇത് എൻ്റെ റാഡിഷ് ചെടിയാണ്. ഇതിൽ കണ്ടില്ലേ ഇലയെല്ലാം തിന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇലയുടെ അതേ കളറിലുള്ള ഒരു പുഴുവാണ് ഇത് തിന്നുന്നത്. ഒരുപാട് വലിപ്പമുള്ള ഇതുപോലെയുള്ള ചെറിയ പുഴുവാണ്. ചെറുതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പെട്ടെന്ന് ഈ ഇലകളൊക്കെ തിന്ന് തീർക്കും. കുറച്ച് സമയം കിട്ടിയാൽ മതി. അപ്പോൾ ഇത് ഒഴിവാക്കാൻ നമുക്ക് ഒരു അടിപൊളി സൂത്രം ബേക്കിംഗ് സോഡ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു കപ്പോ പാത്രമോ എന്തായാലും വേണ്ടിയില്ല. എന്നിട്ട് അതിലേക്ക് ആദ്യം ഞാൻ 2 ടീസ്പൂണ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടിയും അപ്പസോഡയുമാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ അപ്പസോഡ ഇട്ട് കൊടുക്കാം, അഥവാ സോഡാപ്പൊടി. എന്നിട്ട് ഇത് നന്നായി ഇതുപോലെ 2 ഇട്ടിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ ചെയ്യുന്നത് ഇത് ഇതുപോലെ പിടിച്ച് ഇതിൻ്റെ ചുവട്ടിൽ നന്നായി ഇട്ട് കൊടുക്കാം. ഇതുപോലെ പിന്നെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നന്നായി ഇട്ട് കൊടുക്കുമ്പോൾ അത് ആ സ്മെല്ലിന് പിന്നെ ഇല്ലാതെ അത് പോയിക്കോളും, മാറിപ്പോയിക്കോളും അതിൽ നിന്ന്, ചെടിയുടെ ഇലകളൊന്നും തിന്നാതെ. പിന്നെ ഇത് ചുവട്ടിൽ മാത്രമല്ല കേട്ടോ, ചെടിയുടെ ഇലകളിലും ഇട്ട് കൊടുക്കാം. ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്, ക്ഷമിക്കണം. അപ്പോൾ ഇത് മേലെ കൂടെ ഇങ്ങനെ തൂവി കൊടുക്കുന്നതും നല്ലതാണ്. അപ്പോൾ ചെടി അത് ഇലകളിലൊക്കെ പറ്റിപ്പിടിച്ച് നിൽക്കുമ്പോൾ ആ പുഴു വരാതെ ഒഴിഞ്ഞു പോയിക്കോളും. അതിൻ്റെ സ്മെല്ലും ഒക്കെ അതിന് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റാഡിഷ് വിളവെടുക്കാനായിട്ടുണ്ട്. അതൊന്ന് വിളവെടുക്കാം. പിന്നെ അതുകൊണ്ട് നല്ലൊരു അടിപൊളി തോരനും വെക്കാം. അത് എങ്ങനെ നോക്കാം. പലർക്കും ഇതൊരു പ്രശ്നമാണ്. ഈ റാഡിഷ് എന്താ പറയുക, ഉപ്പേരി വെച്ചാൽ നന്നായിട്ടില്ല, ഒരു സ്മെല്ലാണ്, ടേസ്റ്റില്ല. അപ്പോൾ പച്ചക്കറി കിറ്റിലൊക്കെ കൊണ്ടുവന്നാലും പലരും ഇത് കളയാറാണ്, ഉപയോഗിക്കാറില്ല കേട്ടോ. അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ടൊരു തോരൻ വെക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ 2 റാഡിഷാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ആയിട്ടുണ്ട്, ഞാനിങ്ങനെ ആവശ്യമുള്ളപ്പോൾ ആവശ്യത്തിന് പറിച്ചിട്ട് വരലാണ്. നമുക്കിത് ഒന്നിങ്ങനെ വെച്ചാൽ തന്നെ ഒരു 2-3 ആൾക്ക് കഴിക്കാൻ ഉണ്ടാവും കേട്ടോ. ഞാനിതിൻ്റെ ഇലയും ചേർത്ത് വെക്കുന്നുണ്ട്. അതിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ പൊട്ടിച്ച ആ കട്ടിയുള്ള ഭാഗം ചെത്തി കളഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ തണ്ടും ഇലയും എല്ലാം ചേർത്ത് ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇത് വേസ്റ്റ് ആക്കണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ചീര ചേർത്ത് അതിൻ്റെ കൂടെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചതാണ്. നിങ്ങൾക്കിപ്പോൾ റാഡിഷ് മാത്രം ഉള്ളെങ്കിൽ അത് മാത്രം ഇതുപോലെ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളിപ്പോൾ ഇത് ക്യാബേജൊക്കെ ഉപ്പേരി വെക്കുന്നില്ലേ, അതേപോലെ തന്നെ ഉണ്ടാവുക. എന്നിട്ട് ഇങ്ങനെ തൊലിയെല്ലാം ചുരണ്ടി കളഞ്ഞിട്ട് ഇനി ഞാൻ ഇതിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഒരു ടേസ്റ്റ്, ക്യാബേജ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ നന്നായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ അതിൻ്റെ ഇലയും ഒക്കെ എടുക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ചെയ്യാത്തവരൊക്കെ ഒന്ന് കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ ഇടയിൽ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ എല്ലാം ചീവിയെടുത്ത് ചട്ടി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയോ ഓയിലോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇത് ഒന്ന് വാടി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണിക്കാൻ വിട്ടതാണ്. എന്നിട്ട് ഈ ചീര ആദ്യം ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതങ്ങനെ ചുങ്ങിപ്പോവും, അതിൽ കാണുമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് എന്താ പറയുക, സോഫ്റ്റാണിത് ഭയങ്കര. അതുകൊണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചീവി വെച്ച റാഡിഷ് ഇട്ട് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ചീരൻ്റെ കൂടെ തന്നെ ഈ റാഡിഷും വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കമ്മിയാക്കിയിട്ട് ഇത്
മൂടി വെക്കാം കേട്ടോ. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് സിമ്മാക്കി, മൺചട്ടി കൂടെയാണല്ലോ, നല്ല ചൂടുണ്ടാവും. അപ്പോൾ ഇല്ലെങ്കിലും സിമ്മിൽ വെച്ചാൽ മതി. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇതുപോലെ മൂടി തുറന്ന് നന്നായി ഇളക്കിയിട്ട് ഇതിലേക്കൊരു അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ തേങ്ങയും പച്ചമുളകും തേങ്ങൻ്റെ കൂടെ ഇട്ട് ചതച്ചതാണ് കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. തേങ്ങ ഇല്ലെങ്കിൽ മുട്ട ഇട്ടാലും മതി. അത് മുട്ട ഇട്ടാലും നന്നായിട്ടുണ്ടാവും. എന്നിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തിട്ട് തേങ്ങയുടെ പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം പോകുന്നവരെ 1 മിനിറ്റ് മൂടി വെക്കാം. എന്നിട്ട് തുറന്നിട്ട് ഇളക്കി സെർവ് ചെയ്യാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്, അസ്സലാമു അലൈക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.